ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, സമസ്ത വാർഷിക പരീക്ഷയുടെ 2ാം ക്ലാസ്സിലെ അഖീദയുടെ ആൻസർ കീയാണ്. ഇതിൻ്റെ മോഡൽ ചോദ്യവും ഉത്തരവും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇതിലുള്ള ഏകദേശം ചോദ്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കേൾക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നന്നായിട്ടുണ്ടെന്ന് അറിയിക്കാനും മറക്കരുത്. നേരെ ആൻസർ കീയിലേക്ക് കിടക്കുകയാണ്. അതിൽ വിട്ടത് എഴുതാം. ഒന്നാമത് ഉണ്ടായത് ഈമാൻ കാര്യങ്ങൾ 6ആണ്. അതിൽ ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വാസം. അതിൻ്റെ രണ്ടാമത്തത് അതിൽ നമ്മൾ ചേർക്കേണ്ടതായിരുന്നു മലക്കുകളിൽ വിശ്വാസം. മൂന്നാമത്തത് കിതാബുകളിൽ വിശ്വാസം. 4 മുർസലുകളിൽ വിശ്വാസം. അന്ത്യനാളിൽ വിശ്വാസം. ഖദറിൽ വിശ്വാസം. അടുത്തത് യോജിച്ച എണ്ണം കൊടുത്ത് യോജിപ്പിക്കാം. ഓരോ നബിമാർക്ക് നൽകിയ ഏടുകളുടെ എണ്ണം, നബിമാരുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വലിയ ഒരു കള്ളിയിൽ ഡിസോർഡർ ചെയ്തിട്ട് എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് നേരെ മുമ്പ് ആദം നബിക്ക് 10, ഇദ്രീസ് നബി അലൈഹി 30, ശീസ് നബി അലൈഹി 50, ഇബ്രാഹിം നബി അലൈഹി 10. ഇത് നമ്മുടെ പേപ്പർ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഉമ്മമാർക്ക് ഒന്ന് കുട്ടികൾ എഴുതിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പുവരുത്താനൊരു സമാധാനത്തിന് വേണ്ടിയാണ്. ഒരിക്കൽ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ അള്ളാഹു ഇറക്കിയ കിതാബുകളുടെ പേരുകൾ എഴുതാം. കിതാബുകൾ നബിമാരുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. മൂസാ നബി, ദാവൂദ് നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ആളുകളുടെ നബിമാരുടെ നേരെ മേലെ കിതാബിൻ്റെ പേര് എഴുതാം. മൂസാ നബി തൗറാത്ത്, ദാവൂദ് നബി സബൂർ, ഈസാ നബി അലൈഹി സ്വലാം ഇഞ്ചീൽ, മുഹമ്മദ് നബി ഖുർആൻ. അടുത്തത് താഴെ കൊടുത്തവയിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ ശരിയടയാളം എഴുതാം. ഉമ്മയെ അനുസരിക്കൽ, അതുപോലെ അത് ശരി ഉത്തരമാണ്. അതിന് നോമ്പ് നോൽക്കൽ ശരി ഉത്തരം. ഖുർആനോദൽ ശരി ഉത്തരം. അതുപോലെ സത്യം പറയൽ. അതുപോലെ അടുത്തതിൽ അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഈ ചീത്ത വിളിക്കൽ എന്നതിൽ തെറ്റാണ്. തെറ്റുള്ളൊന്നുമില്ല. അതിൽ അവിടെ ശരിയായി ഏർപ്പെടുത്തിയാൽ മതി സ്വർഗം ലഭിക്കുന്നതിൽ. അതുപോലെ ഇനി ഉത്തരം എഴുതാം. നാം ആരെയാണ് ആരാധിക്കേണ്ടത്? അള്ളാഹു. നമ്മുടെ നബിയുടെ ജന്മം എവിടെയായിരുന്നു? മക്കയിലാണ്. ഇൻഷാ അള്ളാഹ് എന്ന് പറയും എപ്പോൾ? ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ്. ലോകം മുഴുവനും നശിക്കും എപ്പോൾ? ഇസ്രാഫിൽ ഇസ്ലാം സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ്. ഇനി അർത്ഥം എഴുതാം. ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഇതൊക്കെ നമ്മൾ മോഡൽ ചോദ്യത്തിൽ കൊടുത്തിരുന്നു. ഇതൊക്കെ വരുന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. ഇതിനടുത്തത് ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. അതാണ് അതിൻ്റെ ഉത്തരം. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണത്തിലും വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനെ അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. വിശുദ്ധ ഖുർആൻ ഇൽമിൻ്റെയും ഹിദായത്തിൻ്റെയും ഗ്രന്ഥമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം.